ചെമ്മലർ മുസമ്മിലരന്നബിമകൾ ഫാത്തിമ മകനു സനലിയാർ ചേരവേ. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവർ. നമ്മൾ കർബലയുടെ ചരിത്രം 2-3 പാർട്ടുകളായിട്ട് പറഞ്ഞിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. ഈ വീഡിയോ ചരിത്രം കാണാൻ താല്പര്യമുള്ള ആളുകൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഈ ഒരു ചരിത്ര ഭാഗത്തിൽ നിങ്ങൾ കേട്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേൾക്കാത്തതാണെങ്കിൽ എന്താണ് ചരിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചെമ്മലർ മുസമ്മിലരന്നബിമകൾ ഫാത്തിമ മകനു സനലിയാർ ചേരവേ മറ്റഹലുകൾ കറുബല പോകിന്തേ സുമ്മാ. മക്കയിലുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹു സംഘവും കൂഫയിലേക്ക് പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. ഒരുപാട് സ്വഹാബികൾ പറഞ്ഞു, നിങ്ങൾ ഈ യാത്ര നടത്തരുത്, കാരണം നിങ്ങളുടെ പിതാവ് അലി റളിയല്ലാഹു അൻഹുവിനെ കൂഫക്കാരാണ് ചതിച്ചു കൊന്നത്. അപ്പോൾ മുസ്ലിം ബിൻ ഉഖൈൽ എന്ന് പറയുന്ന ഇവിടുന്ന് ഹുസൈൻ റളിയല്ലാഹു അയച്ചൊരു ദൂതൻക്ക് സംഭവിച്ച ദുരന്തങ്ങളൊന്നും സത്യത്തിൽ ആരും അറിഞ്ഞിരുന്നില്ല. ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ യാത്ര ആരൊക്കെ എന്തൊക്കെ മുടക്ക് പറഞ്ഞാലും യാത്ര പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി ആരൊക്കെ വരുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ 100ഓളം അഹ്ലു ബൈത്തിൽപ്പെട്ട അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന കുട്ടികളും അടങ്ങുന്ന 100ഓളം ആളുകളാണ് ആ സംഘത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സംഘത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു സഹോദരനുണ്ട്. അതായത് ഫാത്തിമ ബീവിയുടെയും അലിയുടെയും കുട്ടിയല്ല, ഫാത്തിമ ബീവിയുടെ മരണശേഷം അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിലുണ്ടായ ഒരാളും സഹോദരനും കുടുംബമൊക്കെ ഒരു പറഞ്ഞ കാര്യം, ഈ യാത്ര നിങ്ങൾ പോകരുത്, നമ്മുടെ പിതാവിന് സംഭവിച്ച ഒരു ചതി നിങ്ങൾക്കറിയില്ലേ. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കാനൊരു കാരണമുണ്ട്, 2-3 കാരണങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഒരു കാരണം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവിക്കാൻ പോകുന്ന കർബലയിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്താണെന്നുള്ളത് മുൻകൂട്ടിയിട്ട് ആർക്കും അറിയാമായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയാമായിരുന്നു. കാരണം അള്ളാഹിൻ്റെ ഹബീബായ റസൂല് പലപ്പോഴും രഹസ്യമായിട്ടും അപ്പോൾ തന്നെ സൂചനാപരമായിട്ടും ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. കർബലയിലാണ്, ആ മണ്ണിലാണ് ആത്മീയമായിട്ട് നിൻ്റെ ഏറ്റവും വലിയ ഔന്നിത്യം പ്രകടിപ്പിക്കാൻ കഴിയുക. കാരണം ശുഹദാക്കളുടെ നേതാവാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ശുഹദാക്കളുടെ നേതാവ് സ്വർഗത്തിൽ എങ്ങനെ എത്തേണ്ടത്? അത് സയ്യിദ് ശുഹദാ എന്ന് പറയുന്ന ശുഹദാക്കളുടെ നേതാവ് പനി പിടിച്ചിട്ടോ അല്ലെങ്കിൽ മരത്തിമെന്ന് വീണിട്ടോ മരണപ്പെട്ടിട്ടോ അല്ലല്ലോ. അവരെത്തേണ്ടത് രക്തസാക്ഷിയായിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കർബലയിലേക്ക് പോകണ്ടെന്ന് ആര് പറയുമ്പോഴും, ഈ പോകണ്ടെന്ന് പറഞ്ഞ് മുടക്കുന്ന ആളുകൾക്കൊന്നും ഈ രഹസ്യങ്ങൾ അറിയില്ല. അവരിതൊക്കെ മുടക്കുമ്പോഴും ഹുസൈൻ റളിയല്ലാഹു അൻഹു പോകാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ മറ്റൊരു കാര്യം, ഈ ഹസൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു മുമ്പ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഭരണകാര്യങ്ങൾ മറ്റൊക്കെ സഹായിച്ചിരുന്ന ഒരാൾ. ആ സമയത്തൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പൂർണ്ണമായിട്ടും ആരാധനയിലും ദൈവിക പ്രീതിയിലും മാത്രം ഒഴുകിയിരുന്ന ആളുകളിൽ നിന്ന് അകന്നു കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഒരു ദിവസം ഹസൻ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരൊക്കെ പ്രാർത്ഥിക്കാനും ഒരുപാട് വിഷമങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നവരാ. ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ റൂമിൻ്റെ ഉള്ളിൽ മുറാഖബയിലാണ്, അതായത് ധ്യാനത്തിലാണ്, തീരെ എഴുന്നേൽക്കുന്നില്ല. കണ്ടപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു ഒരു ചെറിയൊരു എഴുത്തൊരു കുറിപ്പ് എഴുതിയിട്ട് ഹുസൈൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുവച്ചു. എപ്പോഴെങ്കിലും കണ്ണ് തുറക്കണം, ഇത് വായിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ആ കുറിപ്പിലുണ്ടായിരുന്നത്, നിങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ഈ ഏകാന്തമായ പ്രാർത്ഥനയേക്കാൾ പടച്ച റബ്ബിൻ്റെ മുന്നിൽ പ്രതിഫലം നൽകുക ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ഈ സമയത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞൊന്ന് കണ്ണ് തുറക്കുമ്പോൾ ആ ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു സമയം മാറ്റിവെക്കുക. ഇതായിരുന്നു ആ സന്ദേശത്തിലുണ്ടായത്. അന്ന് മുതലാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കൂടി ആരിറങ്ങിയത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇറങ്ങിയത്. അങ്ങനെ അദ്ദേഹം വളരെ വലിയൊരു 100ഓളം വരുന്ന പരിവാരങ്ങളുമായിട്ട് പോയി കൂഫയുടെ അതിർത്തിയിലെത്താറായപ്പോൾ അദ്ദേഹം വളരെ ഹാപ്പിയാണ്. കാരണം അവിടുന്ന് കത്തുകൾ വന്നിട്ടുണ്ട്. കത്തുകളൊക്കെ ഒരു ചാക്കിലാക്കിയിട്ട് ആ ചാക്ക് ചുമക്കാൻ തന്നെ ഒട്ടകം വേണം. അങ്ങനെ ഇവർ കൂഫയുടെ അതിർത്തിയിലെത്തിയപ്പോൾ ആ സമയത്ത് കൂഫയിലാണെങ്കിൽ മുസ്ലിം ബിൻ ഉഖൈലിനെ കൊന്നുകളഞ്ഞു, അനീഹിനെ കൊന്നുകളഞ്ഞു. ആരൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിന്തുണക്കുന്നവരുണ്ടോ അവരെയൊക്കെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഈ വിവരങ്ങളൊന്നും ആർക്കറിയില്ല, ഈ ഒരു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. അങ്ങനെ കൂഫയുടെ അതിർത്തിയിലെത്തി ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൂതനെ എവിടേക്ക് അയക്കാണ്, കൂഫയിലേക്ക് അയക്കാണ്. അപ്പോൾ ആ ഒരു സമയത്ത് സിയാദ് എന്ന പേരിൽ അവിടുത്തെ ഭരണാധികാരി ഏതു നിമിഷവും ഇവിടെ ഹുസൈന് വരാം, വന്നാൽ പിടികൂടണം എന്ന് ഉറപ്പിച്ചിട്ട് പുതുതായിട്ട് നാട്ടിലേക്ക് വരുന്ന ഒരാളുകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ദൂതനെ കയ്യിൽ കിട്ടിയതോടെ ഒരു മര്യാദയും കാരണം ഒരു രാജ്യത്തിൻ്റെ ദൂതനെ ശത്രുരാജ്യമാണെങ്കിലും ഒന്നും ചെയ്യരുത് എന്നാണ്. അതൊന്നും പാലിക്കാതെ ഈ സിയാദ് അയാളെ കൊന്നുകളഞ്ഞു. അപ്പോൾ ആദ്യം അയച്ച ദൂതൻ്റെ മറുപടി ഒന്നും കാണാഞ്ഞപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു കരുതി എന്തെങ്കിലും വഴിതെറ്റിയതോ മറ്റോ ആയേക്കാം, അല്ലെങ്കിൽ അവിടെ ആൾ കുടുങ്ങിപ്പോയിട്ടുണ്ടാവും. ഒരു ദൂതനെ കൂടി അയച്ചു. ആ ദൂതനെയും ആര് പിടികൂടി? സിയാദിൻ്റെ സൈന്യം പിടികൂടിയിട്ട് കോട്ടയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് നേരെ മുസ്ലിം ബിൻ ഉഖൈലിനെയും ഹാനിയെയൊക്കെ കൊന്നു കളഞ്ഞതുപോലെ ആ കോട്ടൻ്റെ മേലിൽ നിന്ന് താഴെക്കിട്ട് കൊല്ലുകയാണ്. ആ സമയത്ത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു,
കൂഫ നിവാസികളെ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭരണാധികാരിയാകാൻ വേണ്ടി ഹുസൈൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വിളിച്ചു പറയേണ്ടായി. അപ്പോഴാണ് കൂഫക്കാർ ആ ഒരു മരണ സംഭവം ദൃക്സാക്ഷികളായ ആളുകളെങ്കിലും അറിയുന്നത്. അപ്പോൾ ആ സമയത്ത് നേരത്തെ മുസ്ലിമിനൊക്കയിലിനെ കൊന്നു കളഞ്ഞ ഒരു പിടികൂടിയ ഒരു സൈന്യാധിപനുണ്ട്. ആ സൈന്യാധിപൻക്ക് മുസ്ലിമിനൊക്കയിൽ ഒരു കത്തൊക്കെ കൊടുത്തിരുന്നു. ഈ കത്ത് നിങ്ങൾ കൊടുക്കുക. പക്ഷെ അദ്ദേഹം ആ കത്ത് അയച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പാവത തോന്നിയിട്ട് അദ്ദേഹം ആരും അറിയാതെ ഈ ഹുസൈറുള്ളാഹിൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞേക്കാൻ, ആ ദൂതൻ്റെ കയ്യിലെ സന്ദേശം ഇങ്ങനെയായിരുന്നു: മുസ്ലിം നിങ്ങൾക്ക് നൽകിയ അവസാനത്തെ സന്ദേശമാണ്. ആ സന്ദേശം വായിച്ചപ്പോഴുണ്ടായിരുന്നത്, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കൂഫയിൽ കാലുകുത്തരുത്, ചതിയന്മാരാണ് ഇവർ, നമ്മളെ ചതിച്ചു എന്നായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം. അപ്പോൾ ഹുസൈറുള്ളാഹിൻ്റെ കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, നമ്മൾ എന്താ ചെയ്യേണ്ടത്, തിരികെ പോകണോ അതോ കൂഫയിലേക്ക് തന്നെ പോകണോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാം. അപ്പോൾ മുസ്ലിമിനോക്കയിലിൻ്റെ മക്കളും ഭാര്യയൊക്കെ ആ ഒരു സംഘത്തിലുണ്ട്. മുസ്ലിമിനോക്കയിൽ എന്ന് പറഞ്ഞാൽ ഹുസൈറുള്ളാഹിൻ്റെ പിതാവിൻ്റെ സഹോദരപുത്രനാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവിൻ്റെ ഘാതകന്മാരോട് പകരം ചോദിക്കണം. അതുകൊണ്ട് വേറൊരു കൂട്ടർ പറഞ്ഞു, മുസ്ലിമിനോക്കയിലെ പോലെയല്ലല്ലോ ഹുസൈറുള്ളാഹി, അദ്ദേഹം ഹബീബ നബിയുടെ പേരക്കുട്ടിയല്ലേ, മുഖം കണ്ടാൽ തന്നെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖച്ഛായുണ്ട്. അതുകൊണ്ട് അങ്ങ് കൂഫയിൽ ചെല്ലുമ്പോൾ പിന്തുണക്കാത്ത ആളുകളുടെയൊക്കെ പിന്തുണ കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു യാത്ര തുടരാം. അങ്ങനെ ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം കൂഫയിലേക്ക് തന്നെ പോകണമെന്നായിരുന്നു. അങ്ങനെ യാത്ര തുടരാൻ തീരുമാനിച്ചു. അപ്പോൾ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ഈ ഒരു യാത്ര താല്പര്യമില്ലാത്തവർക്കുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം. അങ്ങനെ 100ഓളം ആളുകളിൽ നിന്ന് കുറേ ആളുകൾ എന്ത് ചെയ്തു, അത് താല്പര്യമില്ലാതെ പറഞ്ഞ് ഇറങ്ങിപ്പോയി. അവസാനം ആ ഒരു ഹുസൈറുള്ളാഹിൻ്റെ സംഘത്തിലുണ്ടായിരുന്നത് അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് കൗതുകകരം. ബാക്കിയൊരു 10-40ഓളം ആളുകൾ തിരികെ പോയിട്ട് 100ൽ താഴെ സംഖ്യയിലുള്ള ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഹുസൈൻ വരുന്നത് അറിഞ്ഞ സിയാദ് സിറിയയിലേക്ക് യുദ്ധത്തിന് പോയ ഒരു 4000ഓളം മുസ്ലിം സൈന്യത്തെ തിരിച്ചു വിളിച്ചിട്ട് അവർ എന്ത് ചെയ്യാണ്, കൂഫയുടെ അതിർത്തിയിലേക്ക് പോവാണ്, ആരെ നേരിടാൻ വേണ്ടിയിട്ട്, ഹുസൈറുള്ളാഹിനെ. അങ്ങനെ ആ 2 സൈന്യങ്ങളും കൂടി കണ്ടുമുട്ടിയ സ്ഥലമാണ് കർബലയിൽ വെച്ചിട്ടാണ് അവരെ കണ്ടുമുട്ടുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ചരിത്രത്തിൻ്റെ ബാക്കി നമുക്ക് ദിവസം പറയാം. ഈ ഒരു ചരിത്രം നിങ്ങളൊക്കെ കേട്ട ചരിത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം കേൾക്കാത്തതുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.